അപ്പോൾ നമ്മളിപ്പോൾ പമ്പയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ രാഹുൽ ബ്രോ ഉണ്ട്. ഒപ്പം നമ്മുടെ പുള്ളിയെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ വീഡിയോയിൽ നമ്മുടെ DJ ബ്രോ വിനോദനാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പമ്പയ്ക്ക് പോകുന്ന ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തതല്ല. ഞങ്ങൾ ശരിക്കും ലാഹ വരെയൊക്കെ പോയിട്ട് ചെറിയൊരു കറക്കൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് ഇരുന്നതാണ്. അപ്പോഴാണ് പെട്ടെന്ന് തോന്നിയ പമ്പ വരെ പോകുന്നത്. നമ്മളിത് പമ്പ വരെ പോവുകയാണ്. അപ്പോൾ നന്ദുവാണ് ഇത് നമ്മുടെ സാരഥി. നന്ദുവിനെ ഫുള്ള് വണ്ടി ഏൽപ്പിച്ചേക്കുവാണ്. നന്ദു ഇവിടെ നിന്ന് വണ്ടി ഓടിക്കുകയാണ്. ഒപ്പം നമ്മുടെ ഇവിടെ ശ്രേയ ഉണ്ട്. ശ്രേയാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി പോകുന്ന വഴിയിലെ കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് ഏകദേശം ഒരു 64 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ പമ്പ ഗണപതി കോവിലേക്ക്. അപ്പോൾ ഇവിടെ പോയിട്ടുള്ളവർക്കറിയാം, ഈ ഒരു പമ്പ വരെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മുടെ കാനനപാത വഴിയുള്ള യാത്രയല്ല. പത്തനംതിട്ടയിൽ നിന്ന് ഒക്കെ വരുവാണെങ്കിൽ ഈ ഒരു പമ്പ വരെയുള്ള ഈ ലാഹ വഴിയൊക്കെയുള്ളൊരു യാത്ര അടിപൊളി ഒരു വ്യൂ ആണ്. നമ്മൾ ഈ കാണുന്നത് ലാഹയിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഏതാണ്ട് പത്തനംതിട്ടയുടെ ഗ്യാപ്പ് റോഡ് എന്നൊക്കെയാണ് ലാഹയെ പറ്റി പറയുന്നത്. അത്ര ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് ഈ ലാഹ ഈ ഒരു വളവിനൊക്കെ കാണുവാൻ സാധിക്കുന്നത്. ഒരു സൈഡിലെ കൈതത്തോട്ടങ്ങളും താഴെയൊക്കെ വലിയ കുഴിയുമാണ്. അപ്പം ഇങ്ങനെ കവുങ്ങുകളൊക്കെ നിൽക്കുന്ന കാണാൻ സാധിക്കും. അപ്പം ഈ ലാഹയുടെയൊക്കെ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ റോഡിൽ കൂടെയുള്ള ഒരു ഭംഗി, യാത്രയുടെ ഭംഗി നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അടിപൊളി ഒരു ഫീലാണ്. മാത്രമല്ല ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല തണലാണ്. നമ്മൾ അത്യാവശ്യം ഉച്ചയ്ക്കാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാനാണ്. റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലാണ്. അപ്പോൾ ശബരിമലയിലേക്ക് സ്വാഗതം എന്നൊരു ബോർഡൊക്കെ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ നമ്മളിതേ വണ്ടി ഇവിടെ സൈഡിൽ നിർത്തിയിട്ടേക്കുവാണ്. എല്ലാവരും അവിടെ വിശ്രമിക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് നല്ല തണലാണ് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വിശ്രമിക്കുകയാണ്. നന്ദു ഇവിടെ ഇതിൻ്റെ പുറത്ത് കയറി ഇരിപ്പുണ്ട്. ചേട്ടാ, ഇന്നത്തെ പരിപാടി എന്താ നമ്മുടെ പരിപാടി ഇന്നത്തെ എന്തോ? നമ്മുടെ പരിപാടി നേരെ നമ്മൾ പമ്പയ്ക്ക് പോകും. പോകുന്ന വഴിക്ക് നമ്മൾ ആനയൊക്കെ കാണുന്നു. ഒരു ആദിവാസികളുടെ കൂടുതലുണ്ട്. നമ്മളൊക്കെ കയറി അവരെയൊക്കെ ഒന്ന് കണ്ട് പോയി തിരിച്ചു വരാം. അപ്പോൾ ആന വരുവാണെങ്കിൽ റിവേഴ്സ് ഒക്കെ എടുത്ത് ഓടാൻ പറ്റിയ ഡ്രൈവറെയാണ് നമ്മൾ കൂടെ കൂട്ടിയേക്കുന്നത്. അതെങ്ങനെ ശരിയാവും? പിന്നെ നമ്മൾ എന്തായാലും മാക്സിമം പമ്പ വരെ പോകുന്നുള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് ഇവിടെ ഉണ്ട്. ഒന്നാമത് നട അടച്ചേക്കുവാണ്. അത് നമ്മുടെ ചേട്ടൻ്റെ മോളാണ്. അപ്പോൾ നട അടച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് മുകളിലേക്ക് പ്രവേശനമില്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് മുകളിലേക്ക് പോകാൻ വഴിയില്ല. നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ പഴയൊരു വാട്ടർ ടാങ്കൊക്കെ കാണാൻ സാധിക്കും. നമ്മളീ കൂടുതലും സീസൺ സമയത്തൊക്കെ വാഹനങ്ങളൊക്കെ പമ്പിൽ നിന്ന് വന്നിട്ട് കൂടുതലും ഭക്ഷണം കഴിക്കാൻ നിർത്തുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. സാധാരണക്കാലം അല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. ഇതൊരു മൊബൈൽ സാനിറ്ററി വാഗൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശുചിത്വ മിഷൻ്റെ കീഴിലുള്ളതാണ്. അത്യാവശ്യം അതെല്ലാം കുളമായിട്ട് തന്നെ കിടക്കുകയാണ്. അതുകൊണ്ടോ ഈ ഡോറെല്ലാം ഫുള്ള് ലോക്കെല്ലാം മാറ്റി ആകെ തകർന്ന് തനിപ്പടമായ ഒരവസ്ഥയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു കോളനിയൊക്കെ ഉണ്ട്, ട്രൈബൽ കോളനിയൊക്കെ ഉണ്ട്. ഇവിടെ കുറേയേറെ വനവാസികളൊക്കെ കഴിയുന്നുണ്ട്. അവരുടെ ഏറുമാടങ്ങളും അതുപോലെ തന്നെ അവരുടെ വീടുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പണ്ട് ഇപ്പോൾ അത്യാവശ്യം വീടുകളൊക്കെ അത്യാവശ്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇതിൽ കുറേ കുട്ടികളെയും ഒക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇതൊക്കെയാണ് അവരുടെ വീടുകൾ. അപ്പം മുന്നോട്ട് പോകുന്ന വഴിക്ക് ഒരു ഏർമാടമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ആ ഏർമാടമൊക്കെ പറ്റുമെങ്കിൽ നമുക്കൊന്ന് കയറണം. പക്ഷേ അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ആ ഒരു ഏർമാടമൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഈ കാണുന്ന ഏർമാടം അല്ലേ, ഇതാണ് ആ ഏർമാടം. നമ്മളെന്തായാലും തിരികെയുള്ള യാത്രയിൽ ഈ ഏർമാടത്തിൻ്റെ കാഴ്ചകളും ഇവിടെ നിന്നുള്ള വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാനനപാതയിലൂടെയുള്ളൊരു യാത്ര ഒരു പ്രത്യേക സുഖമാണ്. ചീവീടിൻ്റെ ശബ്ദവും അതുപോലെ പക്ഷികളുടെയൊക്കെ ശബ്ദവും മാത്രമേ ഉള്ളൂ. അപ്പം മുന്നോട്ട് വന്നിട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ പൂങ്കാവനത്തിൻ്റെ തുടക്കം. ഇവിടെ നമുക്ക് മാലകളൊക്കെ സ്വാമിമാരെ തൂക്കിയിട്ടേക്കുന്നതും അതുപോലെ തന്നെ വിളക്കൊക്കെ കത്തിച്ചത് കാണുവാൻ സാധിക്കും.
അതിൽ തന്നെ പല ഭാഷകളിലായിട്ട് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ശബരിമല പൂങ്കാവനത്തിൻ്റെ ഒരു ആരംഭം ഇവിടെ നിന്നാണെന്നുള്ളത്. അപ്പോൾ ശബരിമല ശ്രീ അയ്യപ്പ സ്വാമിയുടെ പുണ്യ പൂങ്കാവനത്തിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഇതിൽ കൂടെ ഒരുപാട് വണ്ടികളും ഒക്കെ ആയിട്ട് അയ്യപ്പന്മാർ വണ്ടികളൊക്കെ ഇങ്ങനെ ഒരുപാട് പോകുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ദൂരെ നിന്നൊക്കെയുള്ള ഒരുപാട് വണ്ടികളുടെ മേളം, ഇങ്ങനെ ക്യൂ ആയിട്ടാണ് വണ്ടികൾ പോകുന്നത്. അതുപോലെ തിരക്കൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം സൈലൻ്റാണ്, എത്രമാത്രം ശാന്തസുന്ദരമായ ഒരു പ്രദേശത്തൂടെയാണ് പോകുന്നതെന്ന് മനസ്സിലാവും. അത്യാവശ്യം ഇവിടെ ചെറിയ വെയിലൊക്കെ ആയിരുന്നു, മഴ ഇടയ്ക്കൊന്ന് പെയ്തതേ ഉള്ളൂ. എങ്കിലും ഒരു പച്ചപ്പെന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ നിർത്തി. ഇതാണ് തലപ്പാറ മലക്കോട്ട. ഇവിടെയും വന്നിട്ട് ഭക്തർ വിളക്കൊക്കെ കത്തിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നല്ലൊരു സ്ഥലമാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പം തീർത്ഥാടകരൊന്നും വരാത്തത് കൊണ്ട് തന്നെ വാഹനങ്ങളുടെ ഒന്നും പ്രശ്നമില്ലാത്തതുകൊണ്ട് തന്നെ നല്ല സൈലൻ്റാണ്. അതോടൊപ്പം തന്നെ എന്താണ് പറയുന്നത്, ഒരു വല്ലാത്തൊരു ഫീലാണ് ഈ ഒരു തീർത്ഥാടന കാലത്തുള്ള ശബരിമല യാത്രയും തീർത്ഥാടന കാലമല്ലാത്ത ശബരിമല യാത്രയും എൻ്റർലി ഡിഫറൻ്റ് ആണ്. അത് വളരെ വ്യത്യാസമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീൽ ഇതാണ്. രണ്ടും തരത്തിലാണ് എങ്കിൽ പോലും രണ്ടും വ്യത്യസ്തമാണ്. ആ ഒരു ഫീല് കിട്ടുന്ന ഫീല് ഭയങ്കര വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഫോറസ്റ്റ് സ്റ്റേഷനുണ്ട്, ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെയൊക്കെ അടുത്താവാറായിട്ടുണ്ട്. ഇവിടെ മരങ്ങളൊക്കെ ഇങ്ങനെ പൂത്തി നിൽക്കുവാണ്. റോഡിൽ വാഹനങ്ങളൊന്നുമില്ല. ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ. അതാണ്ട് നമ്മളൊക്കെ മാത്രം തന്നെയാണ് നമ്മൾ കുറച്ച് നേരമായിട്ട് യാത്ര ചെയ്യുന്നത്. നല്ലൊരു ഫീലാണ് നമുക്ക് ഈ യാത്രയിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകുന്നത് എരുമേലി ഭാഗത്തേക്കൊക്കെ പോകുന്നതാണ്. ആ എരുമേലി വഴിയൊക്കെ കയറി വരുന്നവർക്ക് ഒരുപക്ഷെ ഭാവിയിൽ നമ്മുടെ ശബരിമല വിമാനത്താവളമൊക്കെ വരുവാണെങ്കിൽ അതുവഴി ആൾക്കാർക്ക് വരാൻ പറ്റിയ വഴിയാണ്. ഇവിടെ വന്ന് ചാടും. ഇവിടെ നിന്ന് മുമ്പിലൊരു ചെക്ക് പോസ്റ്റ് കൂടിയുണ്ട്. അവിടെ ചിലപ്പം വണ്ടി ചെക്ക് ചെയ്തേക്കും. നമ്മൾക്ക് ഇവിടെ നിന്ന് പോകാൻ അനുവാദമില്ല എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അവിടെ ഇറങ്ങിപ്പോട്ടെ. നമുക്ക് അവിടെ പോയിട്ട് ചോദിച്ച് നോക്കാം. ചോദിച്ച് അവിടെ ചെന്ന് നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. സീസൺ അല്ലാത്തതുകൊണ്ടാണേ. അപ്പോൾ നമ്മുടെ നമ്പരൊക്കെ പറഞ്ഞു കൊടുത്ത് വീണ്ടും വണ്ടിയിൽ കയറിയിട്ടുണ്ട്. നമുക്ക് പോകാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇപ്പം തീർത്ഥാടന കാലമല്ല, പിന്നെ എങ്കിലും ശബരിമലയിൽ ഏതാണ്ട് സുരക്ഷ ഉള്ളൊരു സ്ഥലമാണ്. പല സ്ഥലങ്ങളിലും CCTV ക്യാമറകളൊക്കെ തന്നെ വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മളതേ മുന്നോട്ട് വന്നപ്പോൾ കണ്ടൊരു കാഴ്ച ഉണ്ടോ, ഇവിടെ കുറേ പന്നിക്കുട്ടന്മാരിങ്ങനെ റോഡ് ക്രോസ് ചെയ്യുവാണേ. ഒരുപാടെണ്ണമുണ്ട്. അപ്പോൾ ഈ ശബരിമല പമ്പ ഭാഗങ്ങളിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ പന്നികളെ ഒരുപാട് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ റോഡ് നിൽക്കുവാണ്. നമ്മുടെ വണ്ടി കണ്ടിട്ട് മാറി റോഡിൻ്റെ സൈഡിലേക്ക് പോവുകയാണേ. അപ്പോൾ നമ്മൾ ഏകദേശം നിലയ്ക്കലായിട്ടുണ്ട്. നിലയ്ക്കൽ നമ്മൾ ബേസ് ക്യാമ്പിൻ്റെ തൊട്ടടുത്തേക്ക് ആയിട്ടുണ്ട്. പറ്റുമെങ്കിൽ നമുക്ക് നിലയ്ക്കൽ മുകളിൽ പോയിട്ട് കുറച്ച് കാഴ്ചകൾ കാണണം. പമ്പ ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ നിലയ്ക്കൽ ക്ഷേത്ര കവാടത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാഴ്ച. എന്നെ വ്യൂ ആണെന്ന് നോക്കിയല്ലേ, അടിപൊളി വ്യൂ ആണ് കേട്ടോ, സൂപ്പറാണ്. എന്ത് തിരക്കുള്ള സ്ഥലങ്ങളായിരുന്നു എന്ന് നമുക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര ഫീലാണ്. എന്തുമാത്രം തിരക്ക് കുറഞ്ഞിട്ടുണ്ട്, ഒരാളും ഇല്ല. നിലയ്ക്കൽ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു കവാടം കഴിഞ്ഞ് നമുക്ക് മുകളിലേക്ക് പോകണം. ബസ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പ്. സീസൺ സമയത്തൊക്കെ ഇവിടെ നല്ല തിരക്കാണ്. അപ്പോൾ ഇതാണ് നിലയ്ക്കൽ ബേസ് ക്യാമ്പ്. അപ്പോൾ നമുക്ക് മുകളിൽ പോയിട്ട് മുകളിലാ നിലയ്ക്കൽ ക്ഷേത്രത്തിൻ്റെ ഇവിടെയുള്ള എന്തെങ്കിലും കാഴ്ചകളുണ്ടോ എന്ന് നമുക്ക് നോക്കിയിട്ട് വരാമേ. അപ്പോൾ നമ്മൾ നിലയ്ക്കൽ പാർക്കിംഗ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ക്ഷേത്രമുണ്ട്, അതുപോലെ തന്നെ പാർക്കിങ്ങിന് ഏറ്റവും കൂടുതൽ സൗകര്യമുള്ളത് നിലയ്ക്കലാണ്. അപ്പോൾ നമ്മൾ നിലയ്ക്കൽ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ കാണുന്ന വഴിയാണ് നിലയ്ക്കൽ ഹെലിപ്പാഡിലേക്ക് പോകുന്നത്. അപ്പോൾ അത്യാവശ്യ സന്ദർഭങ്ങളിലൊക്കെ ഹെലിപ്പാഡ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഗവൺമെൻറ് നമ്മുടെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണണം. ഇനി നമുക്ക് നേരെ പമ്പയിൽ ചെല്ലണം. നമ്മൾ ഇതുവരായിട്ടും പമ്പയായിട്ടില്ല. കണ്ടോ, ഇവിടെയൊക്കെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടക്കുവാണേ. സ്വാഭാവികമായിട്ട് നമ്മൾ വന്ന സമയത്ത് എന്തായാലും നട അടച്ചേക്കുന്ന സമയമാണ്.
ഇതിൽ 2 വിഷലിൻ്റെ എടുത്തിട്ട് നമുക്ക് പമ്പയ്ക്ക് പോകണം. ഈ തീർത്ഥാടന സമയമൊക്കെ വരുമ്പോൾ ഇവിടേക്ക് ഒരുപാട് വാഹനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ കണ്ടില്ലേ, നിർമ്മാണപ്രവൃത്തികളൊക്കെ നടക്കുന്നേ ഉള്ളൂ. എത്ര ശാന്തമായിട്ടാണ് ഇവിടെ ഉള്ളതെന്ന്. ഒരുപാട് അയ്യപ്പന്മാരൊക്കെ വിരിവെക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. കണ്ടോ, വലിയ ഒരു ഹോള് പോലെയാണ്, ഷെൽട്ടറാണുള്ളത്. ഇവിടെയൊക്കെ ഒരുപാട് തീർത്ഥാടന കാലത്ത് ഒരുപാട് അയ്യപ്പന്മാർ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം. ഇവിടെ എല്ലാം ഇങ്ങനെ ഇപ്പോൾ ശൂന്യമായിട്ട് കിടക്കുവാണ്. വാഹന തിരക്ക് ഒന്നുമില്ല. തീർത്ഥാടന കാലഘട്ടം തുടങ്ങുമ്പോൾ നമുക്കറിയാം ഇവിടെയൊക്കെ ഒരുപാട് തിരക്ക് വരുന്നൊരു സ്ഥലമാണ്. എന്താ പറയുക, വാഹനങ്ങളെല്ലാം നിലയ്ക്കൽ വരും. നിലയ്ക്കൽ വന്നിട്ട് ഇവിടുന്ന് KSRTCക്കാണ് നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് പോകുന്നത്. അപ്പം ആ സമയത്തൊക്കെ ഒരുപാട് തിരക്കുള്ള സ്ഥലമാണ് നിലയ്ക്കൽ. അപ്പം നമുക്കിനി പമ്പയിലേക്ക് പോകണം. പമ്പയിൽ പോയിട്ട് മുഴുവനായിട്ടും പമ്പയിൽ എത്തിയില്ല. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ഞങ്ങൾ നിർത്തിയാണ് പോകുന്നത് കേട്ടോ. നമുക്ക് വന്നവർക്കറിയാം ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് മനോഹരമായ റൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിർത്തി കാഴ്ചകളൊക്കെ കണ്ടാണ് വരുന്നത്. നമുക്കിനി പമ്പയിൽ ചെന്നിട്ട് കാണാം. വണ്ടിയും കൊണ്ട് വരുന്നുണ്ട്. ഞാൻ ഓടി ഇങ്ങ് വന്നു ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പൊളിയല്ലേ? കിട്ടത്തില്ല, ഉള്ളിലേക്ക് പോയി. ഇവിടെ അടുത്ത് കൊണ്ട് ഓടിയിട്ടുണ്ട് മോളി. അവിടെ നിന്ന് എന്തോ തിന്നുവാണ് പുള്ളി. പോയി കയറിപ്പോയി. അപ്പോൾ നമ്മളിങ്ങോട്ട് വന്ന വഴിക്ക് കുറേ സിംഹവാലം കുരങ്ങന്മാരെ കണ്ടോണ്ട് നിർത്തിയാണേ. അമ്മാരങ്ങ് കാടിനുള്ളിലേക്ക് കയറിപ്പോയി. ആ കുഴപ്പമില്ല. അതപ്പോൾ ഈ ബൈക്കിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റും. കാറിൽ പോകുന്നത് നമ്മൾ നിർത്തി ഇറങ്ങി വരുമ്പോഴത്തേക്ക് അമ്മമാരെ മുങ്ങും. അപ്പോൾ നമ്മൾ നിലയ്ക്കലൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിർത്തിയാണ് ഈ കുരങ്ങനെ കണ്ടിട്ട്. നമുക്കിനി കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടക്കുവാണേ. വണ്ടി കുറച്ച് മുന്നോട്ട് മാറ്റിയിടാൻ പറഞ്ഞു. ഇത്ര നേരം വണ്ടി ഇരിക്കുമല്ലായിരുന്നു. അപ്പോൾ ഈ കാനന ഭംഗിയൊന്ന് ആസ്വദിച്ച് ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് നമ്മളിങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ ബോർഡുണ്ട്. എലിഫൻറ്റ് ക്രോസിങ് ഏരിയ ആണെന്ന് ഇവിടെ എല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെയൊക്കെ വരുവാണെങ്കിൽ നമുക്കിവിടെ ആനയൊക്കെ കാണുവാൻ സാധിക്കും. പിന്നെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ആനയെ കാണാം, പക്ഷേ ഡേഞ്ചറാണ്. ഈ കാണുന്നതാണ് പമ്പ KSRTC ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇവിടെ നിന്ന് സീസൺ സമയത്തൊക്കെ ആൾക്കാർ ഇടിച്ചു കയറുന്നൊരു സീനുണ്ട്. എൻ്റെ പൊന്നോ, തിരിച്ച് നിലയ്ക്കൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വലിയ പ്രശ്നമില്ല. പക്ഷേ ഇവിടെ നിന്ന് തിരിച്ച് നിലയ്ക്കലേക്ക് പോകുമ്പോൾ ഭയങ്കര തിരക്കാണ് വണ്ടിയിൽ അനുഭവപ്പെടുന്നത്. ഇടിച്ചു കയറിയാണ് ആൾക്കാർ നിൽക്കുന്നത്. പലപ്പോഴും ചിലപ്പോഴൊക്കെ ചെറിയ തർക്കങ്ങളിൽ പോലും അത് ഏർപ്പെടാറുണ്ട്. ദൂരെയായിട്ട് അയ്യപ്പൻ്റെ ഒരു ശില്പം കാണാം. നമ്മളപ്പോൾ പമ്പയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പമ്പയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടി ഓടിയിട്ടുണ്ട് കേട്ടോ. പമ്പയുടെ ഒരു തീർത്ഥാടന കാലത്തെ സമയത്തെ ഒരവസ്ഥ ഇതാണ്. എല്ലാം കാര്യമാണ് കേട്ടോ. എന്തൊരു ശൂന്യമാണെന്ന് നോക്കി. നമ്മൾ വണ്ടി എന്തേലും അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി താഴെ പമ്പയിലേക്ക് പോകണം. അപ്പം ഇതാണ് BSNLൻ്റെ ഓഫീസ്. പമ്പയിലെ പെട്രോൾ പമ്പ് ഇതാണ്. അപ്പോൾ നമുക്കിനി താഴോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാമേ. ഇവിടെ 2 പന്നിക്കുട്ടന്മാർ ഇരുന്ന് ചക്ക തിന്നുവാണേ. വളരെ ഭയങ്കര ക്ഷമയോടെയാണ് രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നത്. ഈ കാണുന്നതാണ് പമ്പ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ. നമുക്കിനി അപ്പുറത്തൂടെ പോയിട്ട് നമുക്ക് കുറച്ച് വീഡിയോസുകൾ എടുക്കണം. ഇവിടെയൊക്കെ നമ്മുടെ സീസൺ സമയങ്ങളിൽ മൊത്തം ഇതുപോലെ പാർക്കിങ്ങിനൊന്നും പറ്റില്ല കേട്ടോ.
ഇവിടെ പാർക്കിങ്ങിന് പെറ്റി കിട്ടുന്ന സ്ഥലങ്ങളാണ് ഫുള്ള്. ഇവിടെ ഫുള്ള് അങ്ങോട്ട് നോ പാർക്കിംഗ് ഏരിയ ആണ്. അപ്പം ഇപ്പോൾ തീർത്ഥാടനക്കാലമൊന്നുമല്ല. ഇതാണ് പൈപ്പുകളുടെയൊക്കെ ഒരു അവസ്ഥ. കണ്ടോ, പൈപ്പുകളൊക്കെ കുറേയൊക്കെ ഉണ്ട്, എല്ലാം തന്നെ ഉണ്ട്. പക്ഷേ അതെല്ലാം ചിലതൊക്കെ പോയിട്ടുണ്ട്. മൊത്തം വേസ്റ്റും കുപ്പിയൊക്കെയാണ്. തീർത്ഥാടനക്കാലം ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ ആവും എന്ന് നമുക്ക് കരുതാം. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് നടന്ന് വരുന്നുണ്ട്. ഇന്നൊരു മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീഡിയോ ഒക്കെ ഇച്ചിരി ഡാർക്കായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഈ കാണുന്നത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഓഫീസാണ്. അപ്പോൾ അയ്യപ്പൻ്റെ ഇവിടെ ഒരു ശില്പമുണ്ട്, നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും. അത് പുതിയതായിട്ട് സ്ഥാപിച്ച ഒരു ശില്പമാണ് പുലിപ്പുറത്തിരിക്കുന്നത്. നമുക്ക് ആ ശില്പം കാണണം. അത് നമ്മൾ പമ്പയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ സൈഡിൽ തന്നെയാണ്. പിന്നെ എന്താണ്, അതെ, ഇതാണ് പമ്പയുടെ ഒരു അവസ്ഥ. സീസൺ അല്ലാത്ത സമയത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പമ്പ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരൊറ്റ മനുഷ്യരില്ല, വാഹന തിരക്കുകളില്ല, ശരണം വിളികളില്ല. വളരെ ശാന്തമായ ഒരു പ്രദേശമാണ്. റോഡ് കാണാൻ സാധിക്കും. ചക്കുവാലം പാർക്കിംഗ്. നമ്മൾ ഇതുവഴിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. 2 പാർക്കിംഗ് സ്പേസ് ഉണ്ട്. പിന്നെ KSRTC സ്റ്റാൻഡ്, ത്രിവേണി പാർക്കിംഗ് ലെഫ്റ്റും ഗണപതി ക്ഷേത്രം നമുക്ക് ലെഫ്റ്റുമാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വണ്ടിയെ അവിടെ കൊണ്ടിട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ചു വരുന്നത്. ഈ ബാരിക്കേഡുകളൊക്കെ ഇരിക്കുന്നുണ്ടോ? തീർത്ഥാടനക്കാലത്ത് വന്നവർക്കറിയാം ഇവിടെയൊക്കെ എന്തുമാത്രം തിരക്കാണ് അനുഭവപ്പെടുന്നതെന്ന്. ഇനി ഞാൻ നിങ്ങളെ വേറൊരു കാഴ്ച കാണിച്ചു തരാമേ. കണ്ട, ആരാന്ന് കണ്ട? സൂപ്പറല്ലേ? അടിപൊളി ഒരു ശില്പമാണ്. നമ്മൾ പമ്പയിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു കവാടത്തിലാണ് ഈ ഒരു ശില്പം സ്ഥാപിച്ചിരിക്കുന്നത്. ഇനിയുള്ള പറയുന്ന വീഡിയോകൾ, പഴയ വീഡിയോകളല്ല, പുതിയ എടുത്ത വീഡിയോകളിലെല്ലാം ഈ ഒരു ശില്പം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നമുക്കിനി ഇറങ്ങി പോകേണ്ടത് ഗണപതി കോവിലൊക്കെ താഴേക്കാണ്. അപ്പോൾ അവിടെയൊക്കെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് കാണണം. കണ്ടോ, ആളൊഴിഞ്ഞ പമ്പയുടെ ഒരു ദൃശ്യം ഇതാണ്. ഒരു പക്ഷേ തീർത്ഥാടനക്കാലത്ത് വന്ന ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഒരു വല്ലാത്ത ഒരു ഫീലായിരിക്കും. ഇവിടെ ഫുള്ള് കറുപ്പ് വസ്ത്രങ്ങളെടുത്ത് ശരണം വിളികളുമായിട്ട് പോകുന്ന തീർത്ഥാടകരും KSRTC ബസ്സുകളും ഒക്കെ മാത്രമായിരിക്കും കാണുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത്, അതായത് നട തുറക്കാത്ത സമയങ്ങളിൽ നമ്മുടെ പമ്പയുടെ ഒരു വ്യൂ ഇത് തന്നെയാണ്, ഈ കാണുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മളിനി താഴേക്ക് പോവാണേ. ഇവിടെയൊക്കെ ഇതുപോലെ വാട്ടർ കിയോസ്കുകളുണ്ട്. ഇതൊന്നിപ്പോൾ വെള്ളമുണ്ട്. കണ്ടോ, അതിലൊക്കെ വെള്ളമുണ്ട്. എല്ലാത്തിനും വെള്ളമൊക്കെ ഉണ്ട്. തീർത്ഥാടകർ വരുമ്പം അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന വിത്ത് UV ട്രീറ്റഡ് ഡ്രിങ്കിങ് വാട്ടർ. ഇപ്പോൾ ഒരു കുപ്പി കണ്ടായിരുന്നെങ്കിൽ പിടിക്കാമായിരുന്നു. വെള്ളമുണ്ട്, എല്ലാം ആക്റ്റീവാണ്. അപ്പോൾ നമ്മളിങ്ങനെ പമ്പയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പമ്പ KSCB ഓഫീസ്. ഈ പമ്പ ശബരിമല റൂട്ടിൽ വന്നവർക്ക് അറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന മറ്റൊരു വാഹനമാണ് ഈ കിടക്കുന്നത്. അതായത് നമ്മുടെ ട്രാക്ടർ. തീർത്ഥാടകരൊക്കെ പോകുന്ന വഴിയിൽ കൂടി, ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഈ ട്രാക്ടർ നമ്മുടെ സ്വാമി അയ്യപ്പൻ റോഡിൽ കൂടെയൊക്കെ ഒരു പോക്കുണ്ടായിരുന്നു. നമ്മളങ്ങനെ പറയുമ്പോഴും ഈ പറയുന്ന മുകളിലേക്ക് ട്രാക്ടർ ഓടിക്കുക എന്നൊരു സാഹസികമായ ഒരു കാര്യം കൂടാണ്. അത്ര സിമ്പിളല്ല. അതായത് തെന്നിയൊക്കെ കിടക്കുന്ന റോഡാണ്. പിന്നെ അയ്യപ്പന്മാർ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ട്രാക്ടർ ഓടിക്കുന്നവർക്കുമുണ്ട്. ഒരു ചെറിയൊരു കട തുറന്നിട്ടുണ്ട്. അവിടെ ചായ ഉണ്ട് എന്നാണ് തോന്നുന്നത്. ബാക്കിയെല്ലാം ഏതാണ്ട് അടച്ചിട്ടേക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ത്രിവേണി പാലത്തെ സമീപമാണ്. അങ്ങനെ ശ്രേയ കുറച്ച് നാളുകൾക്ക് ശേഷം പമ്പ വരെ എത്തി. എത്ര വർഷങ്ങൾ കഴിഞ്ഞ് വേണം മലയ്ക്ക് പോകാനല്ലേ? തൽക്കാലം നമുക്ക് അയ്യപ്പസ്വാമിയെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് ഇരിക്കാം. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇങ്ങ് വന്നാൽ മതി അല്ലേ? വരും. നമ്മളപ്പോൾ പാലം കടന്ന് നമ്മൾ പമ്പയുടെ പടവുകളിലെത്തിയിരിക്കുകയാണ്. നിങ്ങളെ മറ്റൊരു കാര്യം കാണിച്ചു തരാമേ. അയ്യപ്പന്മാർ പമ്പയിൽ ഒഴുക്കുന്ന
ഒഴുക്കുന്ന വസ്ത്രങ്ങൾ കൂട്ടിയിട്ടേക്കുന്ന കാണിച്ചു തരാം. ഇത് നമ്മൾ സീസൺ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. അത് ഈ മറ്റുള്ള സ്റ്റേറ്റുകാരാണ്, അവർ മലയാളികൾക്കറിയാം ഇവിടെ അങ്ങനെ ഒരു ആചാരമില്ലത്. പക്ഷേ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നവർ അവരുടെ വസ്ത്രങ്ങളെല്ലാം ഈ നദിയിലേക്ക് നിക്ഷേപിക്കുന്നു. അവർ വസ്ത്രങ്ങളെല്ലാം ഈ നദിയിൽ കളഞ്ഞിട്ടാണ് പുതിയ വസ്ത്രങ്ങളായിട്ടുള്ളത്. അങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സീസൺ സമയങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കാണുവാൻ സാധിക്കും. തരാമേ, ഇത് കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന്, അതായത് സീസൺ സമയത്ത് ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഈ ഒരു മുണ്ടൊക്കെ കൊണ്ടുപോയി രണ്ടാമത് എടുത്ത് വൃത്തിയാക്കി കടകളിൽ വിൽക്കുന്ന വില്ലന്മാരും ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതെല്ലാം കൂടുതലും കാണിക്കുന്നത് അന്യ സംസ്ഥാനക്കാരുടെ ഓരോ പരിപാടികളാണ്. ഒരാചാരം എങ്ങനെയും ആൾക്കാരങ്ങ് തുടങ്ങി വെക്കും. പിന്നെ ഇതാണ് അവസ്ഥ. നമുക്കറിയാം പുണ്യ നദിയാണ് പമ്പ. അപ്പോൾ ഒരു കാരണവശാലും ഈ പമ്പയുടെ ഈ ഒരു ജലത്തിൽ നമ്മളെ വേസ്റ്റുകളോ അല്ലെങ്കിൽ മുണ്ടുകളോ തുണികളോ ഒന്നും നിക്ഷേപിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ആചാരം ശബരിമലയിലില്ല. എന്നാൽ അത് ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഒരു അനാചാരങ്ങളൊക്കെ രൂപപ്പെട്ട് വരുന്നതിൻ്റെ ഒരു 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 ഉദാഹരണം നമുക്ക് ഇത് പറയാൻ സാധിക്കും. ഇതിപ്പോൾ തീരെ കുറവാണ്, ഇപ്പോൾ സീസൺ അല്ലാത്ത സമയമാണ്. അപ്പോൾ അല്ലാത്തപ്പോൾ എന്തുമായിരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ വന്നപ്പോൾ ഒരു ഇവിടെ ഒരു മാല കിടക്കുന്നുണ്ടോ, അതിലൊരു അയ്യപ്പൻ്റെ ലോക്കറ്റും ഉണ്ട്. ആരോ അറിയാതെ ഊരിക്കളഞ്ഞിട്ട് പോയതാണ്. ഏതായാലും ഇങ്ങനെ ആൾക്കാർ ചവിട്ടുന്ന കണ്ടിട്ട് എനിക്കൊരു വിഷമം പോലെ. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതിവിടെ നിന്ന് ഒന്ന് മാറ്റുവാണ്. ആൾക്കാരൊക്കെ ചവിട്ടി അയ്യപ്പൻ്റെ ലോക്കറ്റിലാണ് ചവിട്ടുന്നത്. അതുകൊണ്ട് ഞാനത് കണ്ടപ്പോൾ ഒരു വിഷമം പോലെ ഞാനത് മാറ്റിയിട്ടു. അപ്പോൾ ഇവിടെ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പമ്പ പുണ്യനദിയാണ്, എണ്ണയും സോപ്പും ഉപയോഗിക്കരുത് എന്ന്. പക്ഷേ നോക്കാനില്ല, എങ്കിലും നമ്മൾ മലയാളികൾ ആ കാര്യത്തിൽ അല്പം കൂടെ വിവേകത്തോടെ പ്രവർത്തിക്കുന്നവരാണ്. തീർത്ഥാടനക്കാലം അതോടെ ഒരുപാട് ആൾക്കാർ വരുന്നതോടെ പമ്പയ്ക്ക് അതിൽ കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റാത്തപ്പോൾ ഒരുപക്ഷെ ഇത് മലിനപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. അതൊക്കെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, രണ്ട് സൈഡിലും ഇതുപോലെ മരങ്ങളെല്ലാം ഇങ്ങനെ പൂത്ത് നിൽക്കുവാണ്. നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയണം, പമ്പയിൽ വേസ്റ്റുകളോ കാര്യങ്ങളൊന്നുമില്ല. പമ്പ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തീർത്ഥാടനക്കാലം അല്ലാത്ത സമയങ്ങളിൽ നമ്മുടെ പമ്പയുടെ ഒരു അവസ്ഥ. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോയിട്ട് ഈ കടകളിലെയൊക്കെ കുറച്ച് കാഴ്ചകൾ നോക്കാം. കടകളൊക്കെ കണ്ടല്ലേ, എല്ലാം ഇങ്ങനെ അടച്ചു തന്നെ ഇട്ടിരിക്കുകയാണ്. സ്ത്രീകൾക്കൊക്കെ ഈ തീർത്ഥാടനക്കാലമല്ലാത്ത സമയങ്ങളിൽ പമ്പ കോവിലിൽ വരുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു തിരക്കൊന്നുമില്ല, നമുക്ക് ഇവിടെ വന്ന് തൊഴുതിട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള 1-ാം തീയതി മുതലുള്ള ദിവസങ്ങളിൽ തുറന്നിരിക്കുന്ന സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ തിരക്കിലൊന്നും പെടാതെ വന്ന് തൊഴുതിട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നമ്മളിത് നമ്മുടെ പമ്പയുടെ മറ്റൊരു ഭാഗത്തേക്ക് ആണ് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആ ഭാഗത്തിനേക്കാളും തീർത്ഥാടകരെത്തുന്നത് ഈ ഒരു പമ്പയുടെ ഈ ഒരു ഭാഗത്താണ്. ഇവിടെ നോക്കിയാൽ അറിയാം, ടോയ്ലറ്റുകൾ അതുപോലെ തന്നെ വിവിധ കടകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം അടച്ചിട്ടേക്കുവാണ്. കാരണം നമ്മൾ പറഞ്ഞ റൂട്ട് തന്നെ ഇത് സീസണല്ല. സീസൺ അല്ലാത്ത സമയങ്ങളിൽ നമ്മുടെ ശബരിമല വളരെ ശാന്തമായി ഉറങ്ങുക എന്ന് പറയാൻ പറ്റില്ല, വളരെ ശാന്തമായിട്ട് ഈ പമ്പ ഒഴുകുകയാണ്. എന്നാൽ തീർത്ഥാടനക്കാലമാവുന്ന സമയത്ത് അതൊക്കെ മാറി മറയും. അപ്പോൾ മറ്റൊരു പമ്പയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടെ ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് വന്നത് പമ്പയുടെ പടവുകളിൽ വന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു തോർത്തോ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഇറങ്ങി കുളിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാനത് ചിന്തിച്ചില്ല, കയ്യിലെന്തെങ്കിലും എടുത്തില്ല. പമ്പയുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? നല്ല തെളിഞ്ഞ വെള്ളമാണ്. പമ്പയുടെ ഇരു കരകളും ഏതാണ്ട് ക്ലീൻ തന്നെയാണ്. ഒരു വേസ്റ്റ് പോലും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. വെള്ളം തീരെ കുറവാണ്, നല്ല തെളിഞ്ഞ വെള്ളം കൂടെയാണ്. അങ്ങനെ ശരണമന്ത്ര മുഖരിതമായ അന്തരീക്ഷത്തിൽ ഒഴുകിക്കൊണ്ടിരുന്ന പമ്പ ഇപ്പോൾ വളരെ ശാന്തമായി ഒഴുകുകയാണ്.
പക്ഷേ ക്ലീനാണ്. നമ്മൾ സാധാരണ പമ്പയെ കണ്ടിരിക്കുന്നത് തീർത്ഥാടനക്കാലം അല്ലാത്ത സമയങ്ങളിൽ വളരെ വേസ്റ്റൊക്കെ നിറഞ്ഞതാണെങ്കിൽ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു വേസ്റ്റുകളോ കാര്യങ്ങളൊന്നും ഇല്ല. വെള്ളം കുറവുണ്ട്, എങ്കിലും അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ക്ലീനായിട്ട് തന്നെ കിടക്കുവാണ് പമ്പ. പിന്നെ നമ്മൾ പറഞ്ഞതിൻ്റെ തന്നെ തീർത്ഥാടനക്കാലം അല്ലാത്ത ഒരു പമ്പയുടെ ദൃശ്യം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. അതാണ്ട് ശരണമന്ത്ര മുഖരിതമല്ലാത്ത ഒരു പമ്പ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ പമ്പയിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് മുകളിൽ കുറച്ച് കാഴ്ചകളിലൂടെ കാണാം. ആ ഒരു തണുപ്പ്. അപ്പോൾ നമ്മളിത് പിന്നെയും കുറച്ച് മുന്നോട്ടുകൂടെ നടന്ന് പോയിട്ട് നമ്മളുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് തീർത്ഥാടനക്കാലമല്ലാത്ത ശബരിമലയുടെ അല്ല, പമ്പയിലെ ദൃശ്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതൊക്കെ ഉണ്ടല്ലോ, ഈ കാണുന്നതൊക്കെ കടകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം സീസൺ ആകുമ്പോൾ ആക്റ്റീവ് ആവും. കണ്ടല്ലേ, എല്ലാം ക്ലോസ്ഡ് ആണ്. ഇവിടെങ്ങും ഒരു മനുഷ്യൻ പോലും ഇല്ല. ആകെ ഞങ്ങൾ 3-4 പേര് മാത്രമേ ഇവിടെയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള ഒരു കാഴ്ചകളെ. ഇത് ക്ലോക്ക് റൂമാണ്. അത്യാവശ്യം നമ്മൾ ബൈക്കിനൊക്കെ വരുന്നവർക്ക് ഹെൽമെറ്റ് ബാഗുകളൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ട് നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ തീർത്ഥാടനക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പമ്പയേ അല്ല ആ ഒരു പമ്പ. അന്നേരം പമ്പയ്ക്കും ഈ സ്ഥലങ്ങൾക്കും എല്ലാം മറ്റൊരു മുഖമാണ് വരുന്നത്. മുകളിലായിട്ടാണ് വണ്ടി ഇട്ടത്. അപ്പോൾ ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ജലനിരപ്പ് പെട്ടെന്ന് ഉയരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇപ്പം ജലനിരപ്പ് തീരെ കുറവാണേ. ഇതൊക്കെ തീർത്ഥാടകർക്ക് വിരിവെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇത് കണ്ടോ, ഹോളെല്ലാം അടഞ്ഞു കിടക്കുവാണേ, ഒരാളുമില്ല, ഞങ്ങൾ മാത്രം. പമ്പയ്ക്ക് ഇവിടെ ഇച്ചിരി ആഴം പോലെ, ആഴമല്ല, അല്പം കൂടെ വെള്ളം ഫീൽ ചെയ്യുന്നുണ്ട്. മുകളിൽ അത്രയും വെള്ളം നമുക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ഇവിടെ ഇച്ചിരി കൂടെ ഒരു ജലനിരപ്പ് ക്രമീകരിച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ അല്പം കൂടെ വെള്ളം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല നിരപ്പാണ്. ഒരൊറ്റ മാസം കൊണ്ട് കേരള ജനസംഖ്യയിലേറെ ആൾക്കാർ വരുന്ന ശബരിമലയിലെ തീർത്ഥാടന കേന്ദ്രത്തിലെ പ്രധാന സ്ഥലമായ പമ്പയിൽ നമ്മൾ നിൽക്കുന്നത്. തീർത്ഥാടനക്കാലം അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ആളും ബഹളവും ഇല്ലെങ്കിൽ ശരണം വിളികളും ഒന്നുമില്ല. അല്ലാത്ത സമയങ്ങളിൽ വരുമ്പോൾ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് വന്നിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കാണുന്നതൊക്കെ വിരിവെക്കാനുള്ള സൗകര്യങ്ങളാണ്. ഇവിടെയൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ഭയങ്കര ആളാണ്. ഈ ഹോട്ടലുകളെല്ലാം ആക്റ്റീവാവും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നമുക്ക് മാക്സിമം ഗണപതി കോവിലിൻ്റെ അവിടെ വരെ പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ കാരണം പറഞ്ഞ് നമ്മളുടെ ശ്രേയുണ്ട്, അവൾക്ക് മുകളിലേക്ക് വരാൻ നിലവിലെ സാഹചര്യത്തിൽ അനുവദനീയമല്ല. മാത്രമല്ല നമ്മൾ ഇപ്പോൾ നട തുറന്നിരിക്കുന്ന സമയത്തല്ല വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് മുകളിലോട്ട് പോയിട്ടും കാര്യവുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ശരിക്കും ഒരു വീഡിയോ എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആചാരപരമായ ഒരു നോയമ്പ് വ്രതങ്ങളൊന്നും എടുത്തല്ല വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മളുടെ ഈ ഒരു കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെയൊക്കെ തീർത്ഥാടകർക്ക് വിരിവെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. സ്പോട്ട് ബുക്കിംഗ് സെൻ്ററേ, എല്ലാം കാലിയാണ്. അപ്പോൾ നമ്മൾ പമ്പ ഗണപതി കോവിലിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണേ. മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും അധികം താമസിക്കാതെ നമുക്ക് ഇവിടെ നിന്ന് തിരികെ പോകണം. ഇടയ്ക്ക് മുമ്പ് പോയിട്ട് 2-3 വീഡിയോ എടുക്കുന്നുണ്ട്. അതൊക്കെ മിക്കവാറും അടുത്ത വീഡിയോയിലായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പമ്പ ഗണപതിയും കൂടെ കണ്ടിട്ട് നമ്മളുടെ വീഡിയോ അവസാനിപ്പിക്കാം. ട്രാക്ടറുകളെല്ലാം ഇവിടെ റെസ്റ്റ് എടുക്കുവാണ്.
ഞാൻ നേരത്തെ പറഞ്ഞതിലോട്ട് തീർത്ഥാടനകാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ആൾക്കാർക്കിടയിലൂടെ പരക്കം പായുന്നൊരു സാധനമാണ് ഈ ട്രാക്ടർ. ഇതിപ്പോൾ എല്ലാം ഒരേ കളർ തന്നെയാണ് കേട്ടോ, എല്ലാം റെഡ് കളർ തന്നെയാണ്. അപ്പം നമ്മൾ പമ്പ ഗണപതി കോവിലിന് അവിടെ വരെ എത്തിയിട്ടുണ്ടേ. ഇപ്പം എന്തായാലും ഇപ്പം നമുക്ക് കാണാൻ സാധിക്കില്ല, നട തുറന്നേക്കുന്ന സമയമല്ല. മുകളിലേക്കാണ് സന്നിധാനത്തേക്ക് പോകുന്നത്. നമ്മളെന്തായാലും ഇവിടെ വരെ ഇന്ന് വീഡിയോ എടുക്കുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ, ഇവിടെ വരെ ഉള്ളൂ. അപ്പോൾ പമ്പ ഗണപതി കോവിലിലെ കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെയാണ് റിസിപ്റ്റൊക്കെ കിട്ടുന്നത്. നമുക്ക് ടിക്കറ്റൊക്കെ അപ്പത്തിനൊക്കെ ടിക്കറ്റ് മേടിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇന്ന് അത്രയും നടന്ന് കയറിയതേ ഉള്ളൂ, വിയർത്തൊരു പരുവായി. ഇനി വണ്ടി കിടക്കുന്നിടം വരെ നടക്കണം. ഈ കാണുന്ന സ്ഥലത്താണ് നാളികേരം ഉടച്ചിട്ട്, നമ്മൾ പമ്പയിൽ നാളികേരം ഉടച്ചിട്ട് മുകളിലേക്ക് കയറി പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് തീർത്ഥാടനക്കാലമല്ലാത്ത ശബരിമലയുടെ അല്ല, പമ്പയിലെ ദൃശ്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റുള്ള കാഴ്ചകളുമായിട്ട് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.